പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിൻ്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള വസതിയിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതേപോലെ കൊച്ചിയിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റിൻ്റെ വീട്ടിലും റെയ്ഡുണ്ട്. മുഖ്യപ്രതി അനന്തകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. സായി ഗ്രാമത്തിലും റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിൽ. ഒരേ സമയമാണ് ഈ 12 ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നത്. നേരത്തെ ഇ ഡി ഇക്കാര്യത്തിൽ കേസെടുത്തിരുന്നു. KN ആനന്ദകുമാറിനെതിരെ കടുത്ത നിലപാടിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും. ഉദ്ദേശിച്ചത് മണി ചെയിൻ മാതൃകയെന്നാണ് പ്രതി അനന്തകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. വിവരങ്ങളുമായി ശാസ്തമംഗലത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, അതുപോലെ കൊച്ചി ലാലി വിൻസെൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, അതുപോലെ ശ്യാംകുമാറും നമുക്കൊപ്പം ചേരും. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ലാലി വിൻസെന്റ് ഫ്ളാറ്റിൽ ഇപ്പോഴും ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഇ ഡിയുടെ റെയ്ഡ് ആരംഭിച്ചത്. നിലവിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇ ഡി ശക്തമായ നടപടി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് രാവിലെ മുതൽ 12 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. NGO കോൺഫറൻഷ്യൽ ഓഫീസ്, അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന തുടരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പോലീസ് ഇതിൽ കേസെടുത്തതിന് ചുവടുപിടിച്ചാണ് ഇ ഡി ഇതിൽ കേസെടുക്കുന്നത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരിശോധന എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു തട്ടിപ്പാണ്. അതിൽ തന്നെ കോടികൾ, ഏതാണ്ട് 1000 കോടി രൂപയുടെ എല്ലാം തന്നെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക വിവരം. ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് എന്ന് പറയാം. നേരത്തെ തന്നെ ലാലി വിൻസെന്റിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അഭിഭാഷകൻ എന്ന നിലയിലാണ് ഈ കേസിൽ ഇടപെട്ടെന്ന വിവരമാണ് എന്തായാലും ലാലി വിൻസെന്റ് അന്ന് അന്വേഷണ സംഘത്തോട് പങ്കുവച്ചത്. അതിനുശേഷം കോടതിയിലടക്കം ലാലി വിൻസെന്റ് പോയിരുന്നു. കോടതി ലാലി വിൻസെന്റ് അറസ്റ്റ് നടന്നെങ്കിലും ഇതിൽ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നതെന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്തായാലും 46 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റിനെ അനന്തകൃഷ്ണൻ നൽകിയെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാം തന്നെ വിവരങ്ങളെല്ലാം തന്നെ ഇ ഡിയുടെ ശേഖരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ വ്യാപകമായി ഈ റെയ്ഡ് തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള റെയ്ഡ് ഇപ്പോൾ കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ നടക്കുകയാണ്. ഇതിന് താഴെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. എന്തായാലും പക്ഷേ ഇതിനുശേഷം ഓഫീസിലും ഈ പരിശോധന തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ഇനി തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് KN ആനന്ദകുമാറിൻ്റെ വസതിയിലും റെയ്ഡ് നടക്കുന്നു. അതുപോലെ തോന്നയ്ക്കൽ സായി ഗ്രാമത്തിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ശാസ്തമംഗലത്ത് നിന്ന് നമുക്കൊപ്പം ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷഫീദ്, അവിടെ നിന്നുള്ള അപ്ഡേറ്റ് എന്താണ്? കുറച്ചു നേരമായല്ലോ അവിടെ റെയ്ഡ് ആരംഭിച്ചിട്ട്, അവസാനിക്കാറായോ? ഇപ്പോഴെങ്കിലും അവസാനിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അതൊരു വിശദമായ പരിശോധനയായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ പരിശോധനയായിരിക്കും. അത് കേവലം ഒരു വീട് എന്നതിനപ്പുറത്തേക്ക് സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട ഓഫീസുകളുടെ പ്രവർത്തന രേഖകൾ അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇ ഡി വിശദമായി പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മണിക്കാണ് പരിശോധന ആരംഭിച്ചത്. ഇ ഡി സംഘം ഒരു പ്രൈവറ്റ് ഇന്നോവ കാറിലേക്ക് ആദ്യം 8 മണിക്കാണ് ഈ ശാസ്തമംഗലത്തെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവർ ആ പരിശോധന ആരംഭിക്കുകയായിരുന്നു. ഏതാണ്ട് 8:40 തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലേക്ക് ഇ ഡി സംഘം എത്തിയത്. അങ്ങനെ അവരും അവിടെ പരിശോധന നടക്കുന്നു. ശാസ്തമംഗലത്ത് നിന്ന് ഏതാണ്ട് എങ്ങനെ പോയാലും ഒരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട് ഈ കഴക്കൂട്ടം കഴിഞ്ഞിട്ടുള്ള തോന്നയ്ക്കൽ എന്ന് പറയപ്പെടുന്ന സായി ഗ്രാമം. അതായത് ഒരു വിശാലമായ ഒരു ഏരിയയാണ്. അവിടെ വലിയ അവരുടെ കെട്ടിടങ്ങളുണ്ട്. മാത്രമല്ല അവരുടെ ചില സംവിധാനങ്ങളൊക്കെ, അവരുടെ ഓഫീസ് സംവിധാനങ്ങളും അതേപോലെ തന്നെ ചില കുട്ടികളെയൊക്കെ പാർപ്പിക്കുന്ന, കുട്ടികളെ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടക്കമുള്ള മുഴുവൻ രേഖകളും പരിശോധിക്കും എന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും 12 ഒരേ സമയം റെയ്ഡ് എന്നുള്ളത് ഇ ഡി സംഘം തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 350 കോടിയിലധികം രൂപയുടെ സംസ്ഥാനം കണ്ട സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും അതിൽ KN ആനന്ദകുമാറിന്റെ പങ്ക്, കണ്ണൂരിലെ ആദ്യ കേസിൽ അദ്ദേഹത്തെ 2ാം പ്രതിയാക്കി എടുത്തിരുന്നു. മറ്റു ചില കേസുകൾ അദ്ദേഹം പ്രധാന പ്രതിയുമാണ്. KN ആനന്ദകുമാർ പറഞ്ഞിട്ടാണ് ഇത്തരം സൊസൈറ്റികളിലേക്ക്, സീഡ് അടക്കമുള്ള ചില സൊസൈറ്റികളിലേക്ക് തങ്ങൾ പണം കൊടുത്തത് എന്നുള്ള ഡയറക്റ്റ് പരാതികൾ പോലീസിന് മുൻപ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വർക്കല, ആറ്റിങ്ങൽ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വലിയ മാസ് പെറ്റീഷൻ 97 പേരൊക്കെ ഒപ്പിട്ട പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതിയിലടക്കം
പറഞ്ഞൊരു കാര്യം SKN ഈ തോന്നിക്കൽ സായി ഗ്രാമത്തിൽ വെച്ച് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ തട്ടിപ്പ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ KN ആനന്ദകുമാറാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്നും KN ആനന്ദകുമാറാണ് തങ്ങളോട് ഇതിൽ ചേരാൻ പറഞ്ഞത് എന്നടക്കമുള്ള പരാതികൾ അത് പലവിധത്തിൽ ഉയർന്നിട്ടുണ്ട്. അത് പലവിധത്തിൽ പോലീസ് FIR-ലാക്കിയിട്ടുമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ അന്വേഷണം അത് പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തുകയാണ്. പക്ഷേ ഈ പ്രത്യേക സംഘം ക്രൈംബ്രാഞ്ച് സംഘമാകട്ടെ ഈ വിഷയത്തിൽ KN ആനന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് ചില വിവരശേഖരണമൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപാടുകൾ അനന്തകൃഷ്ണന്റെ മുൻപ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില വിവരശേഖരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രത്യക്ഷമായ പരിശോധനയിലേക്ക് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരുന്നില്ല. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി ED സംഘം ഇന്ന് രാവിലെയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ആ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ശാസ്തമംഗലത്തെ അജിത്ത് എന്ന് പറയപ്പെടുന്ന വീട്ടിൽ ആ മേൽവിലാസത്തിലുള്ള വീട്ടിൽ ED സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ 8:40 ഈ ഭാഗത്തേക്ക് എത്തുന്നടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. തൊട്ടപ്പുറത്ത് അവരുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സായി ഗ്രാമം ട്രസ്റ്റ് എന്ന പേരിൽ സായി ഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിലടക്കം ഇത് അവരുടെ ഓൺ കെട്ടിടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അടക്കം ED സംഘത്തിന്റെ പരിശോധന കഴിഞ്ഞ 1 മണിക്കൂറായി തുടരുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിലെത്തി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് അവരുടെ പരിശോധന നടക്കുന്നത്. അതേസമയം തോന്നക്കൽ സായി ഗ്രാമത്തിലും പരിശോധന നടക്കുന്നുണ്ട്. ഈ സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് സായി ഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതിനപ്പുറത്തേക്ക് സായി ഗ്രാമം എന്ന പേരിൽ തന്നെ എന്ന രജിസ്ട്രേഷനിൽ തന്നെ മറ്റൊരു സംവിധാനം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നക്കൽ പരിശോധന നടക്കുന്നത്. അപ്പോൾ അവിടെ അടക്കം എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അവിടെ വെച്ച് യോഗം കൂടിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള പണമിടപാടുകൾ അതിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. ഏതായാലും ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് SKN. കാരണം ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കണ്ണൂരിൽ KN ആനന്ദകുമാറിനെ 2ാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്ന മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിക്ക് മുൻപിലേക്ക് എത്തും. KN ആനന്ദകുമാറിന് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കാനിരിക്കുകയാണ്. EDയുടെ നിർണായക നീക്കം നടക്കുന്നത്. ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ ഈ രീതിയിൽ ഒരേ സമയം 12 റെയ്ഡിന് ഒരുങ്ങി ആ റെയ്ഡ് നടത്തുന്നു എന്ന് പറയുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അതേതെങ്കിലും തരത്തിൽ കോടതിയുടെ പരിഗണനയിൽ വന്നാൽ KN ആനന്ദകുമാറിന്റെ ജാമ്യം തള്ളുമോ, മുൻകൂർ ജാമ്യ ഹർജി തള്ളുമോ എന്നുള്ളൊരു ആകാംക്ഷ ഈ വിഷയത്തിലുണ്ട്. ഏതായാലും EDയുടെ പരിശോധന കഴിഞ്ഞ 1 മണിക്കൂറായി തുടരുന്നു. തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. ഒരു സ്ഥലത്തു കൂടി പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. അത് ഈ നാഷണൽ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഓഫീസ് സംവിധാനമാണ്. അവിടെ കൂടി ഈ പരിശോധനയ്ക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ ED ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് നിന്ന് ഷബീദ് റാവുത്തർ വിവരങ്ങൾ നൽകിയായിരുന്നു. അവിടെ ശാസ്തമംഗലത്തെ KN ആനന്ദകുമാറിന്റെ വീട്ടിലാണ് ED കുറച്ചധികം സമയമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെയ്ഡാണ് പുരോഗമിക്കുന്നത്.